ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലൈഫിലെ ഒരു നോർമൽ വർക്കിംഗ് ഡേ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ബാൽക്കണിയിൽ നിന്നാണ്. ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ഇവിടെ വന്ന് ഏതെങ്കിലും ചെടിയിൽ പുതിയതായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഇവിടെ കുറച്ച് സമയം നിൽക്കും. അതിപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു റിലാക്സേഷനും ഒരു സന്തോഷവും പിന്നെ ആ ദിവസത്തിന് വേണ്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ ചെടികൾ മാത്രമല്ല, ഇവിടെ കുറേ കിളികളും ഒക്കെ ഇങ്ങനെ ചില ദിവസങ്ങളിൽ രാവിലെ വന്നിരിക്കാറുണ്ട്. അപ്പം ചില ദിവസം നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് അലാം വേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറയും, നിൻ്റെ ഫ്രണ്ട്സ് വന്നിരിപ്പുണ്ട്, നീ പോകുന്നില്ലേയും ചോദിക്കും. അപ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, കൊള്ളാലോ. പിന്നെ എണീറ്റ് ഓടിപ്പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് അതൊരു സ്റ്റാറ്റസൊക്കെ ഇട്ട് അന്നത്തെ ദിവസം അതൊരു സന്തോഷം. ഇവിടെ ഇപ്പോൾ 15-ൽ കൂടുതൽ സ്പീഷീസ് ഓഫ് ബേർഡ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഓരോന്നിനും ഓരോ ശബ്ദമാണ്. അപ്പം നമുക്ക് അകത്തുനിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് പുറത്ത് ആരാ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അത്രയും ഫെമിലിയറാണ്, സ്ഥിരം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അറിയാം സൗണ്ട് കേൾക്കുമ്പം ഇതാ വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവാറായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ പല സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്തേക്കുന്ന വീഡിയോ ഞാൻ ചിലപ്പം വെറുതെ ബാൽക്കണിയിൽ നിന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കാനായിട്ട് പ്ലേ ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ കിളിയുടെ സൗണ്ട് കേട്ടിട്ട് കുഞ്ഞുങ്ങൾ പറന്ന് വരാറുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അമ്മക്കിളി കുഞ്ഞുങ്ങൾ വിളിക്കുന്നതായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കുഞ്ഞു കിളികളൊക്കെ പറന്ന് വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. എന്തായാലും രാവിലെ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ കുറച്ച് സമയം പോവും. അത് കഴിയുമ്പോൾ ഞാൻ താഴോട്ട് പോകാറുണ്ട്. താഴെയും ഇതുപോലെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് പോകണം. അപ്പോൾ അവിടെ പോയി അവിടെയും ഇതുപോലെ പുതിയ പൂക്കൾ എന്തെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഇത് കൂടുതലും ഒരു സെയിം ടൈപ്പ് ഓഫ് പ്ലാന്റാണ് വെച്ചേക്കുന്നത്. വാങ്ങിയതൊന്നുമല്ല, വീട്ടിൽ ഇതുപോലൊരു ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് തൈകൾ കൊണ്ട് വെച്ചതാണ്. അതിങ്ങനെ വളർന്ന് ഇവിടെ മുഴുവൻ നിറഞ്ഞ് അപ്പം എല്ലാം കൂടെ കാണാനൊരു രസമുള്ള പോലെ തോന്നാറുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞ് കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു രസമാണ്. അപ്പം ഇതിനൊക്കെ വെള്ളം ഒഴിക്കാൻ വരും. പിന്നെ അതല്ലാതെ വേറെ കുറച്ച് 1-2 ചെടികളൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചതൊക്കെ ഉണ്ട്. ഒരു റോസും അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പം ഏതിലെങ്കിലും പുതിയതായിട്ട് ഇന്ന് പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കും. എന്നിട്ട് ഇതിനൊക്കെ വെള്ളം ഒഴിക്കും. അങ്ങനെ പിന്നെ ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തും അങ്ങനെ രാവിലെ ഇവിടെയും കുറച്ചധികം സമയം പോകാറുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് തീരാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ തീരെ സമയമില്ലാത്ത ദിവസമാണെങ്കിൽ ഓടി വന്ന് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് ഓടിപ്പോവും. ഭംഗി ആസ്വദിക്കാനൊന്നും സമയം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ സമയമുള്ള പോലെ ഇവിടെ കുറച്ച് സമയം എന്തായാലും രാവിലെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. രാവിലെ വന്ന് ഫുള്ളിങ്ങനെ പൂക്കളൊക്കെ കണ്ട് കിളിയുടെ ശബ്ദമൊക്കെ കേട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് ശരിക്കും ഫ്രഷ് ആവും. നമ്മൾ ആ ഉറക്കച്ചിലവ് എണീറ്റ് വന്ന് അതൊക്കെ അങ്ങ് മാറി ഫുൾ നല്ല ആക്റ്റീവ് ആവും, നല്ല സന്തോഷമായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകാറ്. ഇനി ഇതിലാ ഡാർക്ക് പിങ്ക് ആയിട്ട് കാണുന്നത് ബൊഗെയിൻവില്ലയാണ്. അപ്പോൾ അത് ശരിക്കും പുറത്തോട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അകത്തോട്ട് ഞാൻ അധികം വളർത്താറില്ല, എല്ലാം പുറത്തോട്ട് തന്നെ മതിലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടേക്കുക. അപ്പം ഇതിപ്പോൾ കുറച്ച് നാളായിട്ട്, കുറച്ചല്ല ഒരു വർഷത്തോളമായിട്ടാണ് ഇത്രയും വളർന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെ കുറേ കൂടെ വളരുകയാണെങ്കിൽ ഈ മതിൽ മുഴുവൻ ഈ ബൊഗെയിൻവില്ല കൊണ്ട് കവർ ചെയ്യും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അങ്ങനെ പിന്നെ ഇത് അല്ലാത്ത കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ ചീത്താവുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് നടാമെന്ന് വെച്ചിട്ട് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു പിങ്ക് കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നോക്കി വെള്ളം ഒഴിച്ച് അങ്ങനെ തിരിച്ച് വന്നു മുകളിൽ. ഹസ്ബൻഡ് എണീറ്റിട്ടില്ല. ഇപ്പോൾ രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞും
പിന്നെയും കോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലേറ്റായി, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. പിന്നെ ഇനി അടുക്കള പരിപാടികൾ, ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ എടുത്തേക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അപ്പോൾ ഇത് സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സ്ലോ ആയിട്ടായിരിക്കും എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പം ബ്ലഡ് ഷുഗർ ഒന്നും പെട്ടെന്ന് കൂടത്തില്ല. ഒരു ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്, കാരണം LDL ഒക്കെ കുറയ്ക്കാനും അങ്ങനെ ബ്ലഡ് പ്രഷറിൻ്റെ ഇതൊക്കെ കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കുറേ സമയം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാൻ. ഇത് കുറേ നേരം നമുക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ഇതിനകത്ത് ആവശ്യത്തിന് ഫൈബറും വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും എല്ലാം ഉള്ളൊരു സാധനമാണ്. അപ്പം ഒരു വെയിറ്റൊക്കെ കുറയ്ക്കണം എന്നുള്ളവർക്ക് ഈ ഓട്സ് ഉപയോഗിക്കാം. സാധാ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സും ഒക്കെ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 15-20 മിനിറ്റ് എടുക്കും. ഞാനിതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയി ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്ന് കുറുകി വരും. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് മൾട്ടിഗ്രെയിൻ പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഇതുപോലെ നല്ലതാണ്, എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സംഭവമാണ്. അതായത് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ളൊരു നല്ല സംഭവമാണ്. അപ്പോൾ അതും ഞാനിങ്ങനെ അവസാനം ഇത് ആറായി വരുന്ന സമയത്ത് ഇത് ആഡ് ചെയ്യാറുണ്ട്. നേരത്തെ ആഡ് ചെയ്താൽ ചിലപ്പം അടി പിടിക്കും. ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും, പൗഡറല്ലേ, അതങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ ആ ചൂടിലിരുന്ന് തന്നെ അത് വെന്തോളും. അപ്പം ലാസ്റ്റ് ഇറക്കാറാവുന്ന സമയത്ത് കുറച്ച് മൾട്ടിഗ്രെയിൻ പൗഡറും കൂടെ ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ ഇത് തണുത്ത് വരുമ്പോഴേക്കും നല്ലപോലെ കുറുകി വരും. പിന്നെ വേണമെങ്കിൽ ഇത് മിക്സിയിലടിക്കാം, ചിലപ്പോൾ ഇത് അല്ലാതെ തന്നെ വെറുതെ തന്നെ കഴിക്കാറുണ്ട്. അപ്പം കുറച്ച് ഞാൻ എടുക്കുക, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും എനിക്ക് തണുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇത് കഴിക്കാൻ ഇഷ്ടമാണ്, അല്ലാതെ താല്പര്യമില്ല. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വാൾനട്ട് ഹണിയൊക്കെ ഇട്ട് അതൊന്ന് മിക്സിയിലടിച്ച് വരുമ്പോൾ ഒരു സ്മൂത്തി ഫോമിൽ കഴിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആപ്പിളോ പഴമോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ പുള്ളിക്കിത് അങ്ങനെ വേണ്ട, പ്ലെയിനായിട്ട് തന്നെ മതി എന്ന് പറയും. പിന്നെ ആപ്പിൾ അല്ലാതെ കഴിക്കും അങ്ങനെ. പിന്നെ ഇനി അടുത്തത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്ത് കോൺഷ്യസ് ഒന്നുമല്ല, ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ടേസ്റ്റും കൂടെയൊക്കെ ഉള്ള ഫുഡാണ് താല്പര്യം. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഓട്സ് കഴിക്കുന്നത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പഴവും കുറച്ച് പാലും കുറച്ച് നട്ട്സും കുറച്ച് ഹോർലിക്സൊക്കെ ഇട്ട് മിക്സ് ചെയ്തങ്ങ് കഴിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓട്സ് ഇപ്പോൾ ഇന്നുണ്ടാക്കിയ ഓട്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ ആ തണുത്തിരിക്കുന്ന ഓട്സും കൂടെ കുറച്ച് ഇതിനകത്തോട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, പ്ലെയിനായിട്ട് കുറച്ച് പഴവും കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ഹോർലിക്സും പിന്നെ ഈ ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക്. ഇത് ഞാൻ ഓൾറെഡി ഹാഫ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ മിക്സിയിലടിച്ച് ഒരു സ്മൂത്തി ആയിട്ട് ഇതും കഴിക്കും. എനിക്കും ഇത്ര മതി. ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഫുൾ ഫീലിംഗ് കിട്ടും. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്നുമല്ല, ചിലപ്പോഴൊക്കെ ഇത് കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ റാഗിപ്പുട്ട് അല്ലെങ്കിൽ ദോശ സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായി കഴുകാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. അത് കഴിഞ്ഞ് 10 മണിക്കാണ് എൻ്റെ ലോഗിൻ ടൈം. അപ്പം 10 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എൻ്റേത് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ്, 100% റിമോട്ടാണ്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. ഹസ്ബൻഡും ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ദുബായിലുള്ളൊരു ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്മിഷൻ അഫയേഴ്സ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപ് വേറെ പല പ്രൊഫൈലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി പറയാൻ പോവുകയാണെങ്കിൽ ഇനി കുറേ സമയം എടുക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും പോകണ്ട, തൽക്കാലം ഇപ്പോഴത്തേത് മാത്രം ഫോക്കസ് ചെയ്യാം. പിന്നെ എൻ്റെ ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് വരുന്നത്. കാരണം ഇവിടെ ഒരുപാട് യുണീക്കായിട്ടുള്ള ലേറ്റസ്റ്റ് ആൻഡ് ട്രെൻഡിങ് കോഴ്സസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പം അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഇവിടെ മോസ്റ്റ്ലി വരുന്നത്. അപ്പോൾ ഏഷ്യൻ കൺട്രീസിൽ നിന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുണ്ട്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറൗണ്ട് ദ വേൾഡ് എല്ലായിടത്തു നിന്നും കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ പല ഡൊമൈനിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും PhDയും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ല പ്രായമുള്ള ആൾക്കാർ ഒക്കെ ആയിരിക്കും ഹയർ സ്റ്റഡീസിനൊക്കെ വരുന്നത്. കാരണം മാസ്റ്റേഴ്സിനും PhDക്കും ഒക്കെ അത് പ്രശ്നമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു 1/2 hour to 45 minutes ഒക്കെ പോവാം. ഇനി അഥവാ എന്തെങ്കിലും ഇൻ്റർനെറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് 1 hour വരെയൊക്കെ പോകാറുണ്ട്. ഇത്രയും സമയം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളിലും നല്ല കെയർഫുള്ളായിട്ട് ജഡ്ജ് ചെയ്യേണ്ടി വരും. അങ്ങനെ തട്ടിക്കൂട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും കയറിപ്പോകാൻ അങ്ങനെ പറ്റത്തില്ല. കാരണം പല കൺട്രീസിനും ആദ്യമായിട്ട് ഔട്ട് ഓഫ് കൺട്രി പോകുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. അവർ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്, വന്ന് 3 വർഷമൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കെയർഫുള്ളായിട്ടായിരിക്കണം ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. അത് മാത്രമല്ല ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓഫർ ലെറ്റർ വെച്ചിട്ടാണ് അവരുടെ വിസയും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടത്. അപ്പം അതൊക്കെ വെച്ച് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈ പല കൺട്രീസിൽ നിന്നൊക്കെ വരുന്നവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ എങ്ങനെ ഇരിക്കും, ഇവരൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവുമോ, മനസ്സിലായില്ലെങ്കിൽ നാണക്കേടല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയൊക്കെ എനിക്ക് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 1-2 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറിക്കിട്ടി. കുഴപ്പമില്ലായിരുന്നു, ഞാൻ നല്ല കംഫർട്ടബിളായിരുന്നു. അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് ജോബ് എനിക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. കാരണം ഒരു 1 year കൂടുതൽ ഞാൻ US വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കൂളിൽ അവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ആയിട്ടൊരു നല്ലൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ എനിക്ക് ഒന്ന് ഫെമിലിയർ ആവാൻ പറ്റിയത് കൊണ്ട് എനിക്ക് പിന്നെ ഈ ജോബിലോട്ട് വന്നപ്പോൾ എനിക്കത് ഈസി ആയിരുന്നു. അപ്പോൾ ഇപ്പം ഏത് കൺട്രീസ് നിന്നാണെങ്കിലും അതൊരു പ്രശ്നമല്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ പേടിയുണ്ടായിരുന്നു. അപ്പോൾ US പോയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ പോലും കാണാത്ത അങ്ങനത്തെ ഒരാളായിരുന്നു. ആകെ ഇംഗ്ലീഷ് സിനിമ കാണുന്നത് പോലെ ടൈറ്റാനിക്കോ ജുറാസിക് പാർക്കോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഇംഗ്ലീഷ് സീരീസോ മൂവീസോ ഒന്നും കാണാറില്ല. അതുകൊണ്ട് അവരുടെ ഒരു സ്റ്റൈലും ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് ഫുൾ ടൈം നെറ്റ്ഫ്ലിക്സിലിരുന്ന് ഓരോ ഇംഗ്ലീഷ് സീരീസൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്തു, കുഴപ്പമില്ലാതെ പോയി, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്തു, പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ 1 വർഷം കൊണ്ട് പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്കും ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി. അതുപോലെ തന്നെ ഈ ജോബിൽ വന്നപ്പോഴും ഇവിടെ ഇപ്പം അമേരിക്കൻസ് മാത്രമല്ലല്ലോ, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുണ്ട്, അറബ് കൺട്രീസിൽ നിന്നുണ്ട്, റഷ്യയിൽ നിന്നുണ്ട്, അങ്ങനെ പലയിടത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ലാങ് ഒക്കെ ഉണ്ടാവും. അത് നോർമലാണ്, എല്ലാ കൺട്രീസിലും അവരുടേതായിട്ടുള്ളൊരു ഇതായിരിക്കുമല്ലോ. ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും അമേരിക്കൻസിനെ പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. പലരുടെയും സ്ലാങ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് വന്നിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനിപ്പം വീഡിയോയിൽ ജസ്റ്റ് ആ ഷോൾഡർ വരെയല്ലേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു എന്നുള്ളത് ആരാ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ പതുക്കെ ഞാൻ ആ ഫോർമൽ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കാണുമ്പോൾ അവർക്കൊരു പ്ലസൻറ്റ് അപ്പിയറൻസ് ആയിരിക്കണം, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. എന്തായാലും ഞാൻ ഷോൾഡർ വരെ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ. പിന്നെ ഈ മുടിയും കൂടെ മുന്നിലോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടേക്കാന്ന് ആർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ സുഖമാണ്, നിപ്പിൽ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഓടി വന്നൊക്കെ ആയിരിക്കും ചിലപ്പം ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഓടി വരുന്ന കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും, എന്തായിരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കോട്ട് വാങ്ങണം, സ്യൂട്ട് വാങ്ങണം, ഇൻ്റർവ്യൂ എടുക്കാനുള്ളതാന്നൊക്കെ ബഹളം വെച്ച ആളാണ്. ഇപ്പോൾ കണ്ടില്ല, അടുക്കളയിൽ നിന്ന് വേശത്തി വന്നാൽ ഇൻ്റർവ്യൂ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, അതൊരു അഡ്വാൻറ്റേജായി. പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ നേരത്ത് അങ്ങനെ മേക്കപ്പും ഡ്രസ്സും അങ്ങനെ ഒരുപാടൊന്നും കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വർക്ക് ലൈഫ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിലും എല്ലാ ദിവസവും മൾട്ടിപ്പിൾ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള ഭയങ്കര ഡൈവേഴ്സ് കൾച്ചറിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും, അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. So this is also a kind of international exposure. So I am happy. അങ്ങനെ പോകുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ ബാക്കി അടുക്കളപ്പണിയും കുക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇതിപ്പം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്തതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ഗ്യാപ്പിനിടയ്ക്ക് ഓടി വരുന്നതാണ് ചോറ് വയ്ക്കാനായിട്ട്. ഇപ്പം അരി കഴുകി
കുക്കറിലിട്ടിട്ട് ഞാനങ്ങ് പോകും. ഹസ്ബൻഡിനോടൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയും. ഒരു 4-5 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യാൻ പറയും. അപ്പം പുള്ളി നോക്കിക്കോളും. അപ്പം ജസ്റ്റ് അരി കഴുകുക, കുക്കറിലിടുക, പോവുക. ഞാനിപ്പോൾ ഇതിൽ സോനാ മസൂരി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അരി വറുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ 2 ഗ്ലാസ് റൈസ് ആണെങ്കിൽ ഒരു 4 to ഞാനൊരു 5 ഗ്ലാസ് ഒക്കെ വയ്ക്കാറുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വെന്ത് വരുമ്പം നമുക്ക് അരി വറുക്കേണ്ട കാര്യമില്ല. റെഡി ടു സെർവ് ആയിരിക്കും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യും. വെറുതെ അരി വറുക്കുന്ന ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ എളുപ്പമാണ്. ചോറ് കഴിഞ്ഞു, ജസ്റ്റ് അരി കഴുകിയിട്ടിട്ട് പോയാൽ മതി. ഇത്ര വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക. പിന്നെ ഇന്നിനി ഒരു മോര് കറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ തൈര് പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കട്ടയില്ലാതെ വരുമല്ലോ. കുഞ്ഞു ഹോളാകുമ്പം വലിയ കട്ടകളൊന്നും പുറത്ത് വരാൻ പറ്റില്ലല്ലോ. അതൊക്കെ പൊടിഞ്ഞല്ലേ അതുവഴി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ തൈര് പൊട്ടിക്കുന്നത്, കട്ട കിട്ടാത്ത തൈര് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോൾ 2 പേര് ചോദിച്ചായിരുന്നു, നിനക്ക് പണ്ട് കറവയായിരുന്നോ പണിയെന്ന്. അപ്പോൾ ഇത് കട്ട കിട്ടാതിരിക്കാനുള്ളൊരു ടെക്നിക്കാണ്. അങ്ങനെ ഒരു ചെറിയൊരു മോരുകറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഓൾറെഡി ഉണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അതുകൂടെ ഒന്ന് വയ്ക്കണം. ഇതിപ്പം എളുപ്പ പരിപാടിയാണല്ലോ, മോരുകറി പെട്ടെന്നാവും. പിന്നെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് എളുപ്പമാണ്. പിന്നെ കുറച്ച് സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കിയാൽ ഇന്നത്തേക്കുള്ള ലഞ്ച് അത്രേ ഉള്ളൂ. ഒരു ചോറും മോരുകറിയും ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് സാമ്പാറും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ അല്ല കേട്ടോ. വർക്കിന് ഇടയിലുള്ള കുക്കിംഗ് അത് ഭയങ്കര വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇങ്ങനെ റിസ്ക് എടുക്കാറുള്ളൂ. കാരണം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവിടെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് തലേദിവസം തന്നെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഹീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അത് സമയമാകുമ്പോൾ എടുക്കുക. ഈ വർക്കിനിടയ്ക്കുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് റിസ്ക്കാണ്, നമുക്ക് പറയാൻ പറ്റില്ല. തിരക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ. ഒന്നും നടക്കാത്ത ദിവസമാണെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പം ഇതുപോലെ കിട്ടിയ ഗ്യാപ്പിൽ പിന്നെ ഓടി വന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ അത് പിന്നെ ഒരു 8 മണി വരെയൊക്കെ വർക്ക് ഇങ്ങനെ പോകാറുണ്ട്. ചിലപ്പോൾ നേരത്തെ കഴിയും, ഇടയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അതൊക്കെ പറയാൻ പറ്റത്തില്ല. ഇവിടെ 3 ഇൻടേക്ക് ഉണ്ട്. സാധാരണ വൺസ് ഇൻ എ ഇയർ അല്ലേ അഡ്മിഷൻ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഒരു ഇയറിൽ തന്നെ 3 പ്രാവശ്യം അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സസും പിന്നെ ഇവർക്ക് ദുബായിലും ഷാർജയിലും ഒക്കെ ബ്രാഞ്ച് ഉണ്ട്. അപ്പം അവിടെയൊക്കെ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അഡ്മിഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഭയങ്കര റഷാവും, ചിലപ്പോൾ ഫ്രീ ആവും, അങ്ങനെ. അപ്പം അതാണ്. അപ്പം പിന്നെ ഇനി 7 മണി വരെ വീണ്ടും വർക്ക് തന്നെയാണ്. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് എനിക്ക് വർക്ക് ഇല്ലെങ്കിൽ ഞാൻ കത്തിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് കത്തിക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പറ്റാതെയും ഇരിക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ലോഗ് ഓഫ് ഒക്കെ ചെയ്തിട്ട് അടുക്കളയിൽ വരുമ്പോൾ വീണ്ടും ഇതുപോലെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ തൊട്ടുള്ള എല്ലാം കഴുകാനൊക്കെ കിടപ്പുണ്ടായിരിക്കും. സാധാരണ ഞാൻ വൈകിട്ട് തന്നെ കഴുകാറില്ല, അടുത്ത ദിവസം രാവിലെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും കഴുകി തരുന്നത്. അപ്പോൾ എന്നെ കളിയാക്കുക ഹസ്ബൻഡ്. എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം, എന്നിട്ട് ഏത് ബെസ്റ്റാന്ന് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ എല്ലാ പാത്രങ്ങളും വൈകിട്ട് കഴുകുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു, ഇനി ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ ഞാൻ കഴുകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുക. പുള്ളി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരുപാട് ലോഡാകുമ്പോഴത്തേക്കും ഹസ്ബൻഡാണ് എന്നെ റെസ്ക്യൂ ചെയ്യാനായിട്ട് എത്തുന്നത്. ഇന്നിപ്പോൾ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കഴുകിയേക്കാമെന്ന് വെച്ചു. അങ്ങനെ അപ്പം പാത്രം കഴുകലും പരിപാടിയും ഒക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു കിച്ചൺ ക്ലീനർ, ഒരു ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും അഴുക്കൊക്കെ മാറി മീൻ വറുത്തതിൻ്റെ സ്മെല്ലും അങ്ങനത്തെ എല്ലാം പോയി ഒരു നല്ലൊരു ഫ്രഷ് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യാറ്. ആഹാ, എത്ര മനോഹരം, എത്ര സുന്ദരം, എന്തൊരു വൃത്തി. എൻ്റെ കിച്ചൺ അങ്ങനെ വൃത്തിയായിരിക്കുകയാണ് ഗൈസ്. എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല. പിന്നെ ഇന്ന് എന്തോ ഒരു എനർജി വന്നു. പിന്നെ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ രാത്രി തന്നെ എല്ലാം ക്ലീൻ ആക്കിയതാണ്.
അല്ലെങ്കിൽ രാത്രി ചിലപ്പം കോൾസ് എല്ലാം കഴിയുമ്പോൾ ഹസ്ബൻഡ് കുറേ പാത്രമൊക്കെ കഴുകി വയ്ക്കും. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുകും. അങ്ങനെയൊക്കെയാണ്. ഇന്നെന്തായാലും ഒരു എനർജി കിട്ടി ചെയ്തു. ഈ സാധനം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകി ഇതിനകത്ത് വെക്കുമ്പം വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് സിങ്കിലോട്ടങ്ങ് പോയിക്കോളും. പിന്നെ രാവിലെ എഴുന്നേറ്റ് പാത്രമെല്ലാം ഉണങ്ങി കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറ്റി ആ പ്ലേസ് അങ്ങ് ഒഴിപ്പിച്ചിടും. ഇനി അടുത്തടുത്ത് പാത്രങ്ങൾ കഴുകി വയ്ക്കാനായിട്ട് അങ്ങനെ അങ്ങ് ഒഴിപ്പിച്ചിടും. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡിന്നറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതന്നെ ചൂടാക്കി കഴിക്കും. അതാണ് പരിപാടി. പിന്നെ എൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾ ഇതുപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡിനെ വന്ന് ശല്യപ്പെടുത്തുക, അവിടെ ഇരുന്ന് കുറച്ച് കത്തി വയ്ക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് സമയം TV കണ്ടു. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് എന്ത് കാണണമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് വരുമ്പോഴേക്കും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ മിക്കവാറും ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങും. അതാണ് നടക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഒരു ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഗുഡ് നൈറ്റ്.